അഭിനേതാക്കളെ സഹായിക്കാൻ ആരംഭിച്ച് മലയാള സിനിമയുടെ അവസാന വാക്കായി വളർന്നു പന്തലിച്ച സംഘടനയാണ് അമ്മ. സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം അകന്നുപോയ സംഘടന ഇന്ന് നിർണായകമായൊരു ടേണിംഗ് പോയിന്റിലാണ്. അമ്മയുടെ വളർച്ചയിലേക്കും വീഴ്ചയിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം. 1994 താരസംഘടനയായ അമ്മയുടെ രൂപീകരണം. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന പൂർണ്ണരൂപം വിളിക്കാൻ എളുപ്പത്തിന് അമ്മയെന്നാക്കി. MG സോമനായിരുന്നു സ്ഥാപക പ്രസിഡന്റ്. അഭിനേതാക്കളുടെ സംഘടനയായി തുടങ്ങിയ അമ്മ പിന്നീട് മലയാള സിനിമാ രംഗത്ത് മറുവാക്കില്ലാത്ത സംഘടനയായി വളർന്നു. അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി കൂടെ നിന്നു. മെഗാ ഷോകളും മറ്റും നടത്തി സംഘടന വളർന്നു പന്തലിച്ചു. എന്നാൽ വളരുന്നതിനൊപ്പം തന്നെ സംഘടനയെ പ്രശ്നങ്ങളും വിടാതെ പിന്തുടർന്നു. മാക്ടയും ഫെഫ്കയും ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ മുന്നോട്ടു പോയപ്പോൾ അമ്മ മാത്രം ക്ലബ്ബ് സ്വഭാവത്തിൽ സഞ്ചരിച്ചു. ആ സ്വഭാവം നിലനിർത്തിപ്പോരാൻ കാലങ്ങളായി അതിന്റെ നേതൃത്വം ശ്രമിച്ചു പോരുകയും ചെയ്തു. 500-ന് മുകളിൽ അംഗങ്ങളുള്ളൊരു വലിയ സംഘടനയാണ് അമ്മ ഇന്ന്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 17 അംഗങ്ങൾ. താരാധിപത്യം എന്ന നിലയിലേക്ക് സംഘടന പോകരുതെന്ന് തുടക്കം മുതൽ തങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് അമ്മ അംഗങ്ങൾ പൊതുവെ പറയാറ്. എന്നാൽ ആദ്യത്തെ കുറച്ചു നാളുകൾക്ക് ശേഷം അമ്മ പൂർണ്ണമായി താരാധിപത്യത്തിന് കീഴിലായി എന്നതാണ് വസ്തുത. വിവാദങ്ങളിലും സംഘടന നിറഞ്ഞു നിന്നു. നടൻ തിലകനും അമ്മ സംഘടനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏറെ നാൾ മലയാള സിനിമാ മേഖലയെ മുൾമുനയിൽ നിർത്തി. ഒടുവിൽ തിലകനെ അമ്മയിൽ നിന്ന് പുറത്താക്കി. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സംഘടനയിൽ നിന്ന് രാജിവെച്ചവരും സഹകരിക്കാതെയിരുന്നവരും നിരവധിയാണ്. 2017 നടിയെ ആക്രമിച്ച കേസ് താരസംഘടനയെ പിടിച്ചുലച്ചത് ചില്ലറയൊന്നുമല്ല. പ്രതിചേർക്കപ്പെട്ട നടൻ ദിലീപിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അമ്മ സ്വീകരിക്കുന്നതെന്ന് ആരോപണം ശക്തമായി. സംഘടനയിലെ സ്ത്രീവിരുദ്ധ നിലപാട് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം വനിതാ അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് WCC. അമ്മ സംഘടനയിലെ പ്രബലർക്കെതിരായി ശബ്ദമുയർത്തിയവർക്കെല്ലാം അവസരങ്ങൾ നഷ്ടമായെന്ന ആരോപണം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതിന് പിന്നാലെയാണ് നിരവധി ഗുരുതര ലൈംഗികാരോപണങ്ങളും സംഘടനയിലെ പ്രമുഖരെക്കുറിച്ച് പുറത്തുവരുന്നത്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള 17-അംഗ എക്സിക്യൂട്ടീവ് രാജിവെച്ചത്. ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചൊരു നിലപാട് പറയാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സംഘടനയിൽ ശുദ്ധികലശത്തിന് എത്രമാത്രം സാധ്യതയുണ്ടെന്ന ചോദ്യം ബാക്കി. റിസർച്ച് ഡെസ്ക് 24.